കനത്ത മഴയ്ക്കിടയിലും സന്നിധാനത്ത് ഭക്തജനത്തിരക്ക്. 82,000-ഓളം പേരാണ് കഴിഞ്ഞ രാത്രി വരെ ദർശനത്തിനായി എത്തിയത്. KC ഉണ്ണികൃഷ്ണനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഉണ്ണി, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് അവിടെ മഴയൊക്കെ സന്നിധാനത്ത്? ഉണ്ണി, ഇന്നലെയാണ് അവിടെ എത്തിയിട്ടുള്ളത്. 82,000-ലധികം പേർ കഴിഞ്ഞ രാത്രിയിൽ എത്തി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ് സന്നിധാനത്ത്. മഴ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വലിയ ഒരു തിരക്ക് രാവിലെ അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ രാത്രി 82,265 പേരാണ് ഇന്നലെ രാത്രി 11 മണി വരെ അവിടെ ദർശനത്തിനായി സന്നിധാനത്ത് എത്തിയിരുന്നത്. സ്പോട്ട് ബുക്കിംഗ് അടക്കം നിരവധി ആളുകളുണ്ട്. എന്തായാലും എല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ദേവസ്വം ബോർഡ്, അതോടൊപ്പം തന്നെ പോലീസ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. രാവിലെ ഈ നടപ്പന്തലടക്കം വലിയ തിരക്കെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. എന്നാൽ നേരിയൊരു ശമനം തിരക്കിനുണ്ടായി എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ വരുന്നു. അവർ വലിയ രീതിയിലുള്ള കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. എല്ലാവരും ഒരേ മനസ്സോടുകൂടി തന്നെ അയ്യനെ ദർശിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് ആശ്വാസമായി ചുക്കുവെള്ളം, ബിസ്ക്കറ്റ് അടക്കം ഈ വരികളിൽ ദേവസ്വം ബോർഡ് നേതൃത്വത്തിൽ നൽകുന്നുണ്ട്. അത് പമ്പ മുതൽ ഇങ്ങോട്ട് സന്നിധാനം വരെ ഉള്ള എല്ലാ ഇടങ്ങളിലും കൃത്യമായ ഇടപെടലുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനായി ദേവസ്വം ബോർഡിന് കഴിയുന്നുണ്ട്. എന്തായാലും കുട്ടികളും അതോടൊപ്പം തന്നെ പ്രായമായവരും അടക്കം ഒരു ക്ഷീണവും ഇല്ലാതെ തന്നെയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. എന്തായാലും എല്ലാവർക്കും സുഗമമായ ദർശനം തന്നെയാണ് ലക്ഷ്യമിടുന്നത് ദേവസ്വം ബോർഡ് അടക്കം ഉള്ള അധികാരികൾ. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്ക്, ഞായറാഴ്ച അല്പം തിരക്ക് കുറവായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം, ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നു, ഇന്നലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതേസമയം തന്നെ ഇന്നും ഈ തിരക്കിന് ശമനമൊന്നുമില്ല. എങ്കിൽ പോലും ചെറിയൊരു ആശ്വാസം, രാവിലത്തെ അപേക്ഷിച്ച് തിരക്കിൽ നിന്ന് ചെറിയൊരു ആശ്വാസം ഉണ്ട്. പക്ഷേ ഈ തിരക്ക് വലിയ രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആ രീതിയിലാണ് ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും 26-നാണ് മണ്ഡലപൂജ. അതുവരെ ഈ തിരക്ക് നിലനിൽക്കാനാണ് സാധ്യത. എങ്കിൽ പോലും എല്ലാവർക്കും ദർശനം, സുഗമമായ ദർശനം തന്നെയാണ് ഒരുക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. എന്തായാലും വിവിധയിടങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും സുഗമമായ രീതിയിൽ സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ അയ്യന്റെ പടിക്കലേക്ക് എത്തിച്ചേരാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിലേറ്റവും ആശ്വാസമെന്ന് പറയേണ്ടിയിരിക്കുന്നത് ഈ ചുക്കുവെള്ളം തന്നെയാണ്. വിവിധയിടങ്ങളിൽ ഈ പടികളിലും അതോടൊപ്പം തന്നെ ഈ വരികളിലും എല്ലാം തന്നെ ചുക്കുവെള്ളം ക്രമീകരിച്ചിട്ടുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ അത് ചെറിയൊരു ആശ്വാസം ഈ വരിയിൽ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ നൽകുന്നുണ്ട്. കൂടാതെ ഈ കുട്ടികളുമായി എത്തുന്നവർക്കെല്ലാം തന്നെ പ്രത്യേക ക്യൂ ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികളും പ്രായമായവർക്കും പോകാനായി പ്രത്യേക ക്യൂ ഉണ്ട്. ആ ക്യൂവിലൂടെ തന്നെ അവർക്ക് അധിക നേരം നിൽക്കാതെ പെട്ടെന്ന് ദർശനം സാധ്യമാക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളിലേക്കാണ് എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മഴ കുറഞ്ഞത് വലിയ ആശ്വാസമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മഴ ഉണ്ടായിട്ടും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് ഒരു ചെറിയ ശമനമുണ്ട്. നിലവിൽ രാവിലെ മഴയുണ്ടായെങ്കിൽ പോലും ഇപ്പോൾ സന്നിധാനത്ത് മഴയില്ല. എന്തായാലും വലിയ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നിരവധി ആളുകൾ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. എല്ലാവർക്കും സുഗമമായ രീതിയിൽ ദർശനം ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തിരക്കുണ്ടെങ്കിൽ പോലും അത് ദർശനത്തിലേക്ക് എത്തുമ്പോൾ അത് ആ രീതിയിലേക്ക് വരുമ്പോൾ അത് ദർശനത്തെ ബാധിക്കാത്ത രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും സുഗമമായ രീതിയിലുള്ള ദർശനമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസ് അടക്കമുള്ള അധികാരികളും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഭദ്ര.